ഇനി ആൻമാക്ക് ആക്സെപ്റ്റ് ചെയ്യുന്ന എക്സ്പീരിയൻസിൻ്റെ ക്ലാസിഫിക്കേഷൻസിൻ്റെ കാര്യം പറയുവാണെങ്കിൽ, നിങ്ങൾ നഴ്സിംഗ് ഫീൽഡിൽ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ഉണ്ട് എന്നാണെങ്കിൽ അത് ആൻമാക്കിന് വെരിഫൈ ചെയ്യാനായിട്ട് പറ്റും. അതിപ്പോൾ ഏത് കാറ്റഗറി ആണെങ്കിലും, കമ്മ്യൂണിറ്റി ഹെൽത്ത് ആണെങ്കിലും, ഡിസബിലിറ്റി ആണെങ്കിലും, മെൻറ്റൽ ഹെൽത്ത് ആണെങ്കിലും, റിസർച്ച് നഴ്സ് ആണെങ്കിലും, അത് ഏത് ഫീൽഡ് ആണെങ്കിലും നഴ്സിംഗിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ആൻമാക്കിന് അത് അസസ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്പീരിയൻസിൻ്റെ ആണെങ്കിലും നമ്മുടെ വർക്ക് എക്സ്പീരിയൻസ് ലെറ്റർ അല്ലെങ്കിൽ ആൻമാക്ക് സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഫോമാറ്റിലുള്ള റെഫറൻസ് ഫോംസ് കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. പാസ്പോർട്ട്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ്, നമ്മൾ ഫുൾ സ്കിൽ അസസ്മെൻ്റ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റ് കൊടുക്കുക. അതുകൂടാതെ നമ്മളുടെ അപ്ഡേറ്റഡ് CV, പാസ്പോർട്ട് സൈസ് ഫോട്ടോ, പിന്നെ നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ, നമ്മുടെ ഹോം കൺട്രിയിലുള്ള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ. മിക്ക കേസസിലും നമ്മുടെ നഴ്സിംഗ് കൗൺസിൽ ഡയറക്റ്റ് ആൻമാക്കിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ഉണ്ടാവുക. പിന്നെ നമ്മളൊരു മൈഗ്രേഷൻ ഏജൻറ്റ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏജൻറ്റ് ഡിക്ലറേഷൻ കാര്യങ്ങളും കൂടെ നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. എല്ലാ ഡോക്യുമെൻറ്റ്സും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻമാക്ക് നമുക്കൊരു ഔട്ട്കം ലെറ്ററാണ് ഇഷ്യൂ ചെയ്യുന്നത്. ആ ഔട്ട്കം ലെറ്ററിൽ നമുക്ക് അറിയാൻ പറ്റും പോസിറ്റീവ് സ്കിൽ അസസ്മെൻ്റ് ആണോ നെഗറ്റീവ് സ്കിൽ അസസ്മെൻ്റ് ആണോ എന്നുള്ളത് അറിയാൻ പറ്റും. ഈ ലെറ്ററിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 2 years ആണ് വാലിഡിറ്റി വരുന്നത്. അത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റില്ല. സോ വൺസ് ലെറ്റർ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ EOI ലോഡ്ജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക.